നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ചന്ദ്രനഗർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂമുള്ള പുത്തമ്പതി വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ആ വീടാണ്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടിക്ക് വരുന്നത് ഇതാണ് വഴി. 6 മീറ്റർ വീതി കൂടിയ താറിട്ട റോഡാണ്. നല്ല രീതിക്ക് വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. ഇവിടെ കാണുന്ന ഈ 3 വീടുകൾ നമ്മൾ കച്ചവടമാക്കി കൊടുത്ത വീടാണ്. അതിന് ചേർന്ന പോലെയാണ് നമ്മളുടെ ഈ പുതിയ വീട് ഉള്ളത്. നമ്മുടെ ഈ വീട് നിൽക്കുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് 5 മീറ്റർ വീതി കൂടിയ താറിട്ട റോഡാണ് നമുക്കുള്ളത്. സോ ഏത് വണ്ടി വേണമെങ്കിലും വരാനും പോകാനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ ചന്ദ്രനഗർ ഭാഗത്ത് HDFC ബാങ്കിൻ്റെ പുറകിലാണ്. ഏകദേശം ഒരു 700-750 മീറ്റർ വന്ന വഴിക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 6 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് നമ്മളുടെ ഈ വീട്. ഫുള്ളി ചെങ്കൽ കെട്ടാണ്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജുള്ള എലിവേഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് 2 ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് കാറ് കയറിനത്ര വലിയ ഗേറ്റ്, 2 വണ്ടിക്ക് സ്ട്രൈറ്റ് ആയിട്ട് കയറ്റി നിർത്താൻ പറ്റും. ഇത് വന്നിട്ട് നമുക്ക് ഉള്ളിൽ കൂടെ നടന്ന് കയറാൻ പറ്റിയ രീതിക്കുള്ള ഗേറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് സൗകര്യം ഉള്ളത്. ഡയറക്റ്റ് ആയിട്ട് 2 വണ്ടി നടത്തുന്നത്ര സ്പേസ് ഇവിടെ ധാരാളമുണ്ട്. മൊത്തം വന്നിട്ട് 6 സെൻറ്റ് സ്ഥലമുണ്ട്. പുത്തം പുതിയ ബ്രാൻഡ് ന്യൂ ഹൗസാണ് ഈ ഹൗസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടായിട്ട് വരുന്നത്. പ്രോപ്പർട്ടി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. മെയിൻ ഡോറൊക്കെ വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ തേക്ക് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ്. ഇവിടുത്തെ ടൈലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ട് ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അത് കൈയോടെ ചെയ്തിരുന്നതാണ്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വരിക. നല്ല രീതിക്ക് അത്യാവശ്യം വേണ്ട രീതിക്കുള്ള ഇൻറ്റീരിയർ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന സമയത്ത് ഡബിൾ ഹൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നല്ല ചൂട് സമയത്തും കൂടിയിട്ട് ഈ ഹാൾ ഭാഗത്ത് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്കുള്ള ഒരു ഹാളാണ് ഈ ഹാള്. ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയ്ക്കും വലിയ തോതിലുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഈ ഡൈനിങ് സ്പേസിന് ചേർന്ന പോലെ ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള കബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ രീതിക്കുള്ള ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്ത നല്ലൊരു കബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലതും ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിച്ചൺ, ഓപ്പൺ കിച്ചൺ മോഡലാണ് നമുക്കുള്ളത്. അവിടെ വേണ്ട രീതിക്കുള്ള ടേബിളൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് കിഴക്ക് വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിക്കുള്ള ഇൻറ്റീരിയർ ഉണ്ട്. ഈ കിച്ചൺ കബോർഡൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒരുപാട് കബോർഡ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഇങ്ങനെ തുറന്ന് വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സെൽഫും കാര്യങ്ങളും എല്ലതും ഉള്ളതാണ്. അതേപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സാണ് ഉള്ളത്. അതേപോലെ വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം നോക്കുക. ബോർ വെള്ളമാണ്. നല്ല രീതിക്ക് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. ധാരാളം വെള്ളം കിട്ടും. വേണ്ട രീതിയിലുള്ള കബോർഡ്സൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇത് ഇവിടെയും കൂടിയിട്ട് അത്യാവശ്യം നല്ലൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മടക്കി വയ്ക്കാൻ പറ്റിയ രീതിക്കുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ കിച്ചൺ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ്, ബോർവെല്ലിൻ്റെ പോയിന്റ്, ഇതെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് വേറെ വല്ല എന്തെങ്കിലും റാക്കൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി.
ഇനിയൊന്ന് ഈ പ്രോപ്പർട്ടിയിൽ 3 ബെഡ്റൂമുണ്ട്. ഈ 3 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ കയറാൻ പറ്റാത്ത വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാകും. അവർക്ക് ഈ പ്രോപ്പർട്ടി ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്കുള്ളത് വന്നിട്ട് ഇവിടെയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ വിൻഡോസൊക്കെ ഉപയോഗിച്ചുള്ളത് വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ മെറ്റൽസ് ആണ്. സോ ചതല് കയറില്ല, നല്ല ലോങ് ലൈഫ് ഉണ്ടാകും. ധാരാളം വെളിച്ചമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ കറണ്ടോ സ്വിച്ചോ ലൈറ്റോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് നല്ല വെളിച്ചമുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് വന്നിട്ട് ബാത്ത് അറ്റാച്ച് വന്നിട്ടില്ല. ഇതിൻ്റെ പകരം കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൂടി ഉപയോഗിക്കുന്ന രീതിക്കും ഇവിടെ വന്നിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാണ് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ബെഡ്റൂം. നല്ല രീതിക്ക് വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. കാറ്റ് വെളിച്ചമൊക്കെ ധാരാളം വരുന്ന രീതിക്കുള്ള ജനലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള കബോർഡ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു പുതിയ വീടെടുത്ത് താമസിക്കണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രോപ്പർട്ടി ബെസ്റ്റാണ്. ഫുള്ളി ചെങ്കൽ കെട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ബെഡ്റൂമിൽ തന്നെ ഈ സൈഡിൽ കൂടെ നല്ല രീതിക്കുള്ള ഒരു ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ സൈസ് ഗ്ലാസ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ചെറിയ ചെറിയ ഐറ്റംസ് വയ്ക്കുന്ന രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലതും വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കാണാൻ. പിന്നെ ഈ ബെഡ്റൂമിനെ ചേർന്ന പോലെ ഈ ഭാഗത്ത് അറ്റാച്ച് ബാത്റൂം ഉള്ളതാണ്. ഇതെല്ലാം വന്നിട്ട് ഇവിടെ വെട്ട് ഏരിയ, ഡ്രൈ ഏരിയ പറഞ്ഞ 2 സെക്ഷനായിട്ടാണ് ഉള്ളത്. ഈ ഗ്ലാസ് ഡോർ തുറന്നാൽ നമുക്ക് ഇവിടെ വന്നിട്ട് വെട്ട് ഏരിയ കുളിക്കാനൊക്കെ ഉപയോഗിക്കാം. ഇപ്പുറത്തുനിന്ന് ഡ്രൈ ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാണ് നമുക്ക് വന്നിട്ട് 3ാമത്തെ ബെഡ്റൂം. ഇതിൽ വാർഡ്രോബ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വരുന്ന പാർട്ടികൾക്ക് എന്തെങ്കിലും കാടന്മാര കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ചാണ് ഇവിടെ ഒന്നും ചെയ്യാത്തത്. നല്ല രീതിയിൽ വെളിച്ചമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് വരുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. അതേപോലെ നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസ് കൂടുതൽ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ 2 ഡോറുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാറ്റ് വെളിച്ചമൊക്കെ ധാരാളം വരാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമുണ്ട്. ഇവിടെയും ഗ്ലാസ് ഡോറ് ഫുള്ളും ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഉള്ളത്. ഇവിടെ ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. ഇപ്പോൾ വൈകിട്ടൊക്കെ ഒരു ചെയറൊക്കെ ഇട്ട് വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ കുറച്ചും കൂടി ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് അവിടെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത വീട്ടിലല്ലേ അവിടെ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചതാണ്. അതേപോലെ ഇവിടെയും കൂടി മറച്ചിട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. അതേപോലെ മുകളിൽ കയറാനുള്ള സ്റ്റെയർ കേസ് ഈ സൈഡിൽ കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മുകളിൽ ഇത്രയ്ക്കും സ്പേസ് നമുക്ക് വന്നിട്ട് ധാരാളമുണ്ട്. ഫ്യൂച്ചറിൽ 1-2 റൂം മുകളിൽ എടുക്കണം എന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട്. അതേപോലെ
ഈ ഹാളിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനത്തെ ഓടൊക്കെ പതിച്ചിട്ടുണ്ട്. സെറാമിക് ഓടാണ് ഇത്. അതുകൊണ്ട് ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നും താഴേക്ക് വരാത്ത രീതിക്ക് നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. RC ഇവിടെ വാർത്തതിൻ്റെ മേലെയാണ് നമുക്ക് വന്നിട്ട് ഓടും കാര്യങ്ങളും എല്ലതും ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടുന്ന് വാട്ടർ ടാങ്കൊക്കെ നോക്കുന്ന സമയത്ത് സെൽഫ് ക്ലീൻ വാട്ടർ ടാങ്കാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കഴുകണം എന്നുണ്ടെങ്കിൽ താഴത്തെ വാൾവ് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴുകി താഴേക്ക് വെക്കോളും. അതേപോലെ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും വീടുകളൊക്കെ അത്യാവശ്യമായി. ഇതൊക്കെ ഒന്ന് പുതിയ വീടുകളാണ്. പുതിയ വീടുകളൊക്കെ ആൾറെഡി എല്ലതും കച്ചവടം കഴിഞ്ഞതാണ്. അതേപോലെ എല്ലാ ഭാഗത്തും വീടുകൾ ഉള്ള ഒരു ഏരിയയാണ്. നല്ല രീതിയിൽ കാറ്റ് വെളിച്ചം എല്ലതും ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. ഇത് റെക്കാർഡിക്കലി ഫുള്ളി പറമ്പാണ്. ഡോക്യുമെൻറ്റ് എല്ലതും വളരെ ക്ലിയറാണ്. അതേസമയത്ത് ഇവിടെ നിന്ന് നമ്മുടെ ചന്ദൻ നഗർ HDFC ബാങ്കിക്ക് ഏകദേശം ഒരു 700 മുതൽ 750 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകുക. ഭാരത് മാതാ സ്കൂളൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുതൽ ഒരു 1.25 കിലോമീറ്ററാണ് വ്യത്യാസം ഉണ്ടാകുക. ടൗണിലേക്ക് ഏതൊരു പരിസരത്തും പോകാനും വരാനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഉള്ള ലൊക്കേഷനാണ്. അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതായെങ്കിലും ഈ വഴി കൂടെ സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുപാത ജംഗ്ഷനിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ ചന്ദനഗർ ഭാഗത്ത് HDFC ബാങ്കിൻ്റെ പുറകിലോട്ടാണ് വരുന്നത്. തൊട്ടടുത്താണ് സാന്തി കോളനിയൊക്കെ വരുന്നത്. നമ്മുടെ ഹൈവേ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 700 to 750 മീറ്റർ ഡിസ്റ്റൻസാണ് ഉണ്ടാകുക. ഞാൻ പരിചയപ്പെട്ട ഈ വീട് വന്നിട്ട് മൊത്തം 6 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ട് കിഴക്ക് മുഖമായിട്ട് ഉള്ള വീടാണ്. 2 വണ്ടിക്ക് കയറ്റി നിർത്തുന്നത്ര സ്ഥല സൗകര്യം ധാരാളമുണ്ട്. അതേപോലെ റോഡൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് വീതി കൂടിയ റോഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 80 lakh rupees-ആണ്. ഇതിൽ അത്യാവശ്യം ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് വല്ല ഇൻറ്റീരിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തു തരും. അതിനനുസരിച്ച് പ്രൈസ് ചെറുതായിട്ട് അങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളത് വിളിക്കുക. നന്ദി, നമസ്കാരം.